ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഷലോം ടിവിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. യുവജനങ്ങൾ ട്രെൻഡുകൾ മനസ്സിലാക്കുക, അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുമായി അവരെ സുവിശേഷം ജീവിക്കാൻ സഹായിക്കുക, അവരുടെ ആത്മീയ ജീവിതത്തിൽ സഹായിക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു സേ പറയാൻ പറ്റുന്ന ഒരു സ്വർഗീയ സമ്മാനം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 3 ചെറുപ്പക്കാരാണ്. അവരൊന്ന് പരിചയപ്പെടുത്തി തുടങ്ങും. ഇവരെല്ലാവരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ തന്നെ കുറച്ച് വന്നേക്കുന്നതാണ്. പ്ലീസ് പറഞ്ഞു തുടങ്ങിക്കോളൂ. എൻ്റെ പേര് ആമോസ് എന്നാണ്. ആമോസ്. നാട് പാലക്കാട്. ഞാൻ സിനിമാറ്റോഗ്രഫി എറണാകുളം ന്യൂ ഫിലിം സ്കൂളിൽ സിനിമാറ്റോഗ്രഫി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. സിനിമ ഇഷ്ടമാണ്, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. സിനിമ വർക്ക് ചെയ്യുന്നു. ഇപ്രാവശ്യത്തെ അവാർഡ് കിട്ടിയോട് പറ. തടവ് എന്ന് പറയുന്നൊരു ഫെസ്റ്റിവൽ ടൈപ്പ് ഒരു മൂവി ചെയ്തു. അതിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ. സിനിമ തിരുവനന്തപുരം IFFK ഫിലിം ഫെസ്റ്റിവലിലൊക്കെ മത്സരിച്ചു, ഓഡിയൻസ് പോൾ അവാർഡൊക്കെ കിട്ടി. ഓക്കെ, ഗ്രേറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. പ്ലീസ്. എൻ്റെ പേര് മിഖായൽ. ഞാൻ ജനിച്ചതും വളർന്നൊക്കെ ആകാശപ്പുറമുള്ള ആശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്രിസ്ത്യാനിറ്റി കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു. മിഖായലിൻ്റെ പേരൻസിനെ പലപ്പോഴും നമ്മളിങ്ങനെ ഷലോം ടിവിയിൽ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. ആകാശപ്പുറകളുടെ ബാംഗ്ലൂർ ആശ്രമത്തിൽ നിന്നുള്ള ഷാജു ഷിജിയമ്മയുടെ മൂത്ത മകനാണ് മിഖായൽ. വെൽക്കം. എൻ്റെ പേര് ആഷിഖ്. എൻ്റെ വീട് ചാലക്കുടിയിലാണ്. ഞാൻ ചെന്നൈയിൽ BCom കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ്, ഹാർഡി വെൽക്കം. ഇപ്പോൾ പ്രിയപ്പെട്ട നിങ്ങൾ വിചാരിക്കും ഇവരെന്തിനാണ് ഇന്ന് നമ്മുടെ ടേണിംഗ് പോയിന്റിൽ വന്നിരിക്കുന്നതെന്ന്. ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ബാംഗ്ലൂരിലെ ആകാശപ്പുറകളുടെ ആശ്രമമാണ്. ഞാനിവരെ പരിചയപ്പെടുന്ന അവിടെ വെച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ വർഷം ആശ്രമത്തിൽ ബാംഗ്ലൂർ ആവശ്യമായി ആശ്രമത്തിൽ ഒന്ന് സ്റ്റേ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എപ്പോഴും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് പ്രായമായവരൊക്കെയാണ്. ഒരു മിഡിൽ ഏജ് കഴിഞ്ഞവർ ധ്യാനം കൂടി മാനസാന്തരപ്പെടുന്നവർക്ക് ഇതുപോലെ ശുശ്രൂഷകൾക്ക് കൊണ്ട് വരാറുണ്ട്. പക്ഷേ ഈ ആശ്രമം മുഴുവൻ ചെറുപ്പക്കാരായിരുന്നു. ഇവർ തന്നെ മക്കളെ കുളിപ്പിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പള്ളിയിൽ പാട്ട് പാടുന്നു, ധ്യാനം നയിക്കുന്നു. എല്ലാം എനിക്ക് ഭയങ്കര ഒരു സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് ആയിരുന്നത്. അപ്പം അതിനു മുമ്പ് ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇവരാരും അങ്ങനെ സ്റ്റേജിലിരുന്ന് പരിചയമുള്ളവരല്ല, ആരും ഒരിക്കൽ തന്നെ ഇങ്ങനെ സംസാരിച്ച് പരിചയമുള്ളവരല്ല. ഇവരെല്ലാം ബാക്ക് ഡ്രോപ്പിൽ നന്നായിട്ട് ശുശ്രൂഷ ചെയ്ത് മാത്രം ജീവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഷെയറിംഗ് ഒക്കെ നല്ല പേടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ദൈവപരിപാലന ആശ്രമത്തിൽ വരുന്നതുകൊണ്ട് ദൈവപരിപാലന ആശ്രയിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി ടേണിംഗ് പോയിന്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങൾ 3 പേരും, മിഖായലാണ് ഡയറക്റ്റ്ലി ആശ്രമത്തിൽ നിന്ന് ജനിച്ചു വിടുമെന്ന് പറഞ്ഞത്. ബാക്കി അപ്പോൾ ആഷിഖ് ഒരു കേരളക്കാരനാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു ആശ്രമം ആകാശപ്പുറകളുടെ ആശ്രമം എന്ന് പറഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന മക്കളുടെ അടുത്തുള്ള ആശ്രമത്തിൽ എങ്ങനെ ആഷിഖ് എത്തിച്ചേർന്ന് പറയാം? എൻ്റെ അപ്പ ബാംഗ്ലൂർ ആദ്യം സെറ്റിൽഡ് ആയി. ഞങ്ങളുടെ ഫാമിലി ഫുള്ള് ആദ്യമായിട്ട് ബാംഗ്ലൂരായിരുന്നു സെറ്റിലായിരുന്നു. ഓക്കെ. അപ്പോൾ പപ്പ ഷാജപ്പനായിട്ട് ക്ലോസിലായിരുന്നു. ഷാജപ്പനായിട്ടും ആകാശപ്പുറകളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടും ആദ്യമേ ഭയങ്കര ക്ലോസ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ എന്തൊരാവശ്യത്തിനും പപ്പ അവരുടെ അടുത്തേക്ക് പോകുമ്പോഴും എന്നെയും വിളിച്ചുകൊണ്ട് പോകും. പപ്പ എന്ത് ചെയ്താലും ഞാനും കൂടെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പപ്പയോടൊപ്പം പോയി തുടങ്ങി. പിന്നീട് എനിക്ക് കുറച്ചുകൂടി പ്രായമായപ്പോൾ ഞാൻ തന്നെ പോയി തുടങ്ങി. പിന്നീട് വന്ന് എൻ്റെ ഒരു ബാംഗ്ലൂരുള്ളൊരു പുതിയൊരു വീട്, എന്താവശ്യത്തിന് വേണമെങ്കിലും പോവാം. ബാംഗ്ലൂർ പോയാൽ അവിടെ പോകണം നിർബന്ധമാണ്, അല്ലെങ്കിൽ ഷിജിയമ്മയ്ക്ക് വിഷമമാകും. അപ്പം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറായി മാറി. അപ്പോൾ എൻ്റെ ഒരു വേറെ ബാംഗ്ലൂരുള്ള വീട് പോലെയായി മാറി. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ സർവീസിനും പോവാറുണ്ട്. അങ്ങനെ ഈ ഒരു ചെറുപ്പക്കാരൻ BCom ഒക്കെ വിദേശത്ത് പോകാനിരിക്കുന്ന ഒരു പയ്യൻ ഇതുപോലത്തെ മിനിസ്ട്രി ഇൻട്രസ്റ്റഡ് ആണെന്നും അവധിക്കാലം അവിടെ ചെലവഴിക്കുന്നു പറയുമ്പോഴത്തേക്ക് എല്ലാവരും അത്ഭുതത്തോട് വിചാരിക്കും. പക്ഷേ അതിൻ്റെ പ്രൈമറി റീസൺ തന്നെ ആഷിഖ് പറഞ്ഞിരുന്നു. അത് വണ്ടർഫുൾ ആണ്. ആഷിഖിൻ്റെ പപ്പയാണ് കൊണ്ടുപോയി ശീലിപ്പിച്ചത്. അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്, ബാല്യം മുഴുവൻ പോയിട്ടുണ്ട്, ആഘോഷങ്ങളൊക്കെ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്, അവധിക്കാലം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ വീട്, മറ്റൊരു വീടായിട്ട് മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇങ്ങനെ ഈ വീട്ടിലെ പേരൻസ്, നമ്മൾ ഈ പിള്ളേരൊക്കെ ചീത്തയായി പോയി, യൂത്തൊക്കെ അലമ്പായി പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് കൗണ്ടർ പാർട്ടുണ്ട്. ബാല്യം മുതലെയുള്ള ചില എക്സ്പോഷറുകളും ഇതുപോലുള്ള ചില സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ മക്കള് ആ സ്വർഗീയ ഇടത്തൊക്കെ തന്നെ നടക്കും. ഏറ്റവും നല്ല ഉദാഹരണം ഈശോയുടെ ധാരണ. ഈശോനെ 12 വയസ്സ് കാണാതെ പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അത് വളരെ രസമായി. 12 വയസ്സൊക്കെ ആകുമ്പോൾ പിള്ളേരെ കാണാതെ പോകും. ഈശോനെ കണ്ടുമുട്ടിയത് എവിടെയാ? ദേവാലയത്തിൽ വെച്ചാൽ. കാരണം അവൻ്റെ അപ്പനും അമ്മയും പല പ്രാവശ്യം ദേവാലയത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 12 മുതൽ പ്രായത്തിലൊക്കെ പിള്ളേരെ പല വഴിക്കും കാണാൻ പോകാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആഷിഖിനെ പോലെയൊക്കെ നമുക്ക് ഇത് ഇരുത്താൻ പറ്റും. താങ്ക് യു, എസ്പെഷ്യലി യുവർ പേരൻസ്. അപ്പോൾ നമുക്കിനി മിഖായലിലേക്ക് വരാം. മിഖായൽ, നല്ല പേരാണ് കേട്ടാ, പറഞ്ഞോളൂ.
ഞാൻ ജനിച്ചത് വളർന്നൊക്കെ ആശ്രമത്തിലാണ്. അപ്പോൾ ഷാജു, ഷിജി എൻ്റെ അപ്പനമ്മയാണ് അവർ. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ അവരുടെ കൂടെയാണ് കളിച്ച് വളർന്നതൊക്കെ. അപ്പോൾ അവിടെ ബ്രദേഴ്സും വരാറുണ്ട്, CMIയിലത്തെ ബ്രദേഴ്സ് വരാറുണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെയാണ് ഞാൻ ചെറുപ്പം മുതലേ ഉള്ളത്. ആശ്രമത്തിലെ മക്കളായിട്ട് തന്നെയാണ് ചെറുപ്പം മുതലേ പ്രാർത്ഥനയും കളിയും എന്തായാലും എല്ലാം അവരുടെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ. ഇത് ഒരു നല്ല ടെസ്റ്റിമണി കൂടിയാണ് മിഖായലിൻ്റെ ഈ ഒരു സംസാരം. കാരണം മിഖായലിൻ്റെ പപ്പയും അമ്മയൊക്കെ ആ ശുശ്രൂഷ തന്നെ തുടങ്ങിയവർ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നടപ്പുണ്ടല്ലോ, ഡോക്ടറുടെ മക്കൾ ഡോക്ടറായി തീരും, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മക്കൾ സ്വാഭാവികമായിട്ട് അവർ ടീച്ചേഴ്സായി തീരും. ഇത് ശുശ്രൂഷകരുടെ മക്കളൊക്കെ സ്വാഭാവികമായിട്ട് ശുശ്രൂഷയുടെ മേഖലകളിലൊക്കെ താല്പര്യം വരും, ശുശ്രൂഷരായി തീരുകയൊക്കെ ചെയ്യും. ഇതൊരു ഏറ്റവും നല്ല കുടുംബങ്ങളുടെ ടെസ്റ്റിമണിയൊക്കെയാണ്. വണ്ടർഫുൾ. മിഖായൽ എങ്ങനെയാണ്? മിഖായൽ മലഹയൊക്കെ പോലെ അങ്ങ് പറഞ്ഞടിച്ച് വരട്ടെ. മിഖായലൊക്കെ ഫുൾ ടൈം ജനിച്ച് വളർന്നതെല്ലാം ഈ തെരുവിലെ മക്കളുടെ കൂടെ അതിനകത്ത് ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. ദൈവം ശരിക്കും അനുഗ്രഹിക്കും, ശരിക്കും അനുഗ്രഹിക്കും. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആമോസ് എങ്ങനെയാണ് ഈ ഒരു മിനിസ്ട്രിയിലെത്തിയതും ഈ മിനിസ്ട്രി ഒരു തുടരുന്നതൊക്കെ എങ്ങനെയാണ്? ഈ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 8ാം ക്ലാസ്സിൽ ഞാൻ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഒരു പുസ്തകം വായിക്കാനിടയായി. അപ്പോൾ അത് ഫ്രാൻസിസ് അസിസിയുടെ ജീവിതം എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു പാറിപ്പറന്ന് നടക്കുന്ന തെരുവിൽ നടക്കുന്ന ഒരു വിശുദ്ധൻ. അതിനുശേഷം ഞാനൊരു 10ാം ക്ലാസ്സിലേക്കായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ ഷാജപ്പൻ്റെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു അന്തരീക്ഷം, ആശ്രമം ഉള്ളതിനപ്പുറത്തേക്ക് അവരെ രണ്ടുപേരെയും, ഷാജപ്പൻ ഷിജമ്മ, അവരുടെ ഒരു ലൈഫ്, അവരെടുക്കുന്ന ഒരു റിസ്ക്, അവർ പലതും വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ അതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പലതും ഉണ്ട്. ഷാജപ്പനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ആദ്യം എന്തോ കമ്പനിയൊക്കെ നടത്തിയിരുന്നു, പിന്നീട് അതെല്ലാം വേണ്ടാന്ന് വെച്ച് ആള് കുറ്റിക്കലച്ചന്റെ ധ്യാനം കൂടി അത് ഇൻസ്പയർഡായി ആ ശുശ്രൂഷയിലേക്ക് വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര മോട്ടീവായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആകാശപ്രവളുടെ ഒരു ഇതിലേക്ക് വന്നത്. ചെറുപ്പം മുതലേ ആശ്രമങ്ങളിൽ പോകാറുണ്ട്. കുഞ്ഞുനാളിൽ മുതലുള്ള ശീലമാണ് ഇങ്ങനെ. ഇപ്പോൾ ഒരു സിനിമാ ഫീൽഡിലേക്ക് എത്തിയിട്ടും വീണ്ടും അവിടെ തന്നെ നിലനിർത്തുന്നതും ഇത് തന്നെയാണ്. വണ്ടർഫുൾ. നമുക്കിനി ശരിക്കും ഈ ഒരു ഇതുപോലെ ശുശ്രൂഷകളൊക്കെ നിങ്ങളുടെ പേരൻസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അവരുടെ പ്രാർത്ഥനയാണല്ലോ ശരിക്കും ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ളത്. ഈ മദർ തെരേസയോട് ഒരാൾ ചോദിക്കുന്നില്ല, ഒരു പത്രക്കാരൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ പറ്റുന്നു ഈ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെ കുളിപ്പിക്കാനൊക്കെ? മദർ തെരേസ ചോദിച്ചു, അല്ല എന്ത് തന്നിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ മദർ തെരേസ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നു നിങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. അമ്മ തന്നെ പറയാണ്, എനിക്കൊന്നും തന്നിട്ടല്ല, ദൈവസ്നേഹം നിർബന്ധിക്കുന്നു, ക്രിസ്തു നിർബന്ധിക്കുന്നു. ശരിക്കും മദർ തെരേസയുടെ പ്രയർ ലൈഫിന്റെ ബാക്കപ്പ് കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ശരിക്കും ക്യൂരിയസ് ആണ്, നിങ്ങളുടെ ഒരു പ്രയർ ലൈഫും നിങ്ങളുടെ ഒരു താല്പര്യങ്ങളൊക്കെ, നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ്? കേൾക്കുന്ന യുവജനങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത്. അപ്പോൾ ചോദ്യം ഇനി മിഖായലിനോടാണ്. മിഖായൽ, ഈ പ്രാർത്ഥന നമുക്ക് ഈ ചെറുപ്പത്തിലൊന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമല്ലോ. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് നമുക്ക് അത്ര ഒരു ബോറിങ് സെറ്റപ്പ് എന്നൊരു സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ആശ്രമത്തിൽ ഇവരെല്ലാവരും, നിങ്ങൾ യുവജനങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അല്ലെങ്കിൽ പിന്നെ പേഴ്സണൽ പ്രയർ ഒക്കെ എങ്ങനെയാണ്? ചെറുപ്പം മുതലേ അപ്പനമ്മ എന്നെ ഡെയിലി കുർബാനയ്ക്ക് കൊണ്ടു. ജനിച്ച പിന്നെ ഇതുവരെ കുർബാന മുടങ്ങിയത് വളരെ ചുരുക്കമാണ് ശരിക്കും. അപ്പോൾ ഡെയിലി കുർബാനയുണ്ട്. അപ്പോൾ അത് മുടക്കാറില്ല. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് ആരാധന ചാപ്പലുണ്ട്, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. കാരണം എനിക്ക് ആരാധനയോട് ഭയങ്കര താല്പര്യമാണ്. അവിടെ ധ്യാനങ്ങളൊക്കെ വരാനായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. അപ്പോ കീബോർഡ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരാധനക്കൊക്കെ കീബോർഡ് വയ്ക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോ അങ്ങനെയാണ്. ഇപ്പൊ മിഖായല് കുർബാനയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം, മിഖായലിങ്ങനെ ആ കുർബാന മുടക്കാറില്ല എന്ന് പറഞ്ഞില്ലേ, വളരെ കറക്റ്റായിട്ട്. കാരണം ഞാൻ അവിടെ ചെന്ന് നിന്നേന്ന് എനിക്ക് മനസ്സിലായത്, മിഖായൽ എങ്ങാനും പോയില്ലെങ്കിൽ ഷാജപ്പൻ്റെ അന്ന് മിഖായലിന് പെരുന്നാളായിരിക്കും. മിഖായല് കുർബാന ഒരിക്കലും മുടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോ ബാംഗ്ലൂർ 3 ആശ്രമം ഉണ്ടല്ലോ, ഇപ്പോ 2 ആശ്രമമാണ് പുരുഷന്മാരുടെ. അപ്പോൾ ഇപ്പൊ എലിസബത്തിലെ കുർബാന എങ്ങാനും മിസ്സായ കറക്റ്റ് കോളേജ് കഴിഞ്ഞ ആള് തിരുമുഖത്ത് കുർബാനയ്ക്ക് എത്തും. തിരുമുഖത്ത് ചിലപ്പോൾ വൈകിട്ടായിരിക്കും, ഒരു 4 മണിക്കായിരിക്കും കുർബാന. മിഖായല് കറക്റ്റ് ഓടിപ്പാഞ്ഞ് കുർബാനയ്ക്ക് എത്തും. വണ്ടർഫുൾ. ഞാൻ ഇങ്ങനെ ഈ ആരാധന പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കരുത് ഇത് വലിയ എന്താ പറഞ്ഞാൽ ഹൈഫൈ സെറ്റപ്പിലുള്ള അല്ലെങ്കിൽ വലിയ പള്ളിയിലുള്ള പരിപാടിയാണ്. ഇവർ ആരാധന പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തെരുവിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന താമസിക്കുന്നവർക്ക് വേണ്ടി അവർക്കുള്ള ധ്യാനങ്ങളും ആരാധനകളുമാണ് ഇവർ ഈ കീബോർഡൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് നടത്തുന്നത്. അവരെ ധ്യാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ശുശ്രൂഷ കരുതുന്നത്. അതിൻ്റെ ആനന്ദത്തെ പറ്റിയാണ്. അപ്പം അല്ലെങ്കിൽ നമ്മളൊരു പള്ളിയിൽ ഒരു സ്വാഭാവികമായ ധ്യാനമോ അല്ലെങ്കിൽ ഒരു യൂത്തിൻ്റെ പ്രോഗ്രാമിനെ പറ്റി അല്ല മിഖായൽ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇവർക്ക് മക്കൾക്ക് വേണ്ടി ധ്യാനിപ്പിക്കുക, മക്കളെ പ്രാർത്ഥിപ്പിക്കുക. അതിന് അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് ചോദ്യങ്ങൾ കൊണ്ടുപോകാം. ഇപ്പോൾ ഈ ആകാശപ്പുറമുള്ള ആശ്രമങ്ങൾ തന്നെ ദൈവപരിപാലന ഇടങ്ങൾ എന്നുള്ളതാണല്ലോ. കാരണം നമുക്ക് ദൈവം തരുന്നു, നമ്മളത് മക്കൾക്ക് കൊടുക്കുന്നു. ദൈവപരിപാലനയുടെ ഇടം ആകാശപ്പറവകൾ. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൈവപരിപാലന അനുഭവം ഒന്ന് ആമോസിന് പറയാമോ? ഞാനിങ്ങനെ പണ്ട് കുറ്റിക്കലച്ചൻ്റെ കാലത്ത് ഇങ്ങനെ പല അരി തീർന്നു പോവുക, ആകാശപ്പുറമുള്ള ആശ്രമത്തിൽ അരി തീർന്നു പോവുക. അപ്പോൾ അരി തീർന്നു പോകുമ്പോൾ വളരെ കുറച്ച് അരിയുള്ളൂ. അപ്പോൾ അത് കുറ്റിക്കലച്ചൻ എന്താ പറയുക, കുറ്റിക്കലച്ചൻ അത് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഇത് നിങ്ങൾ ഇട്ടോ, അതിനുശേഷം അത് ഇടുന്നു, പക്ഷെ അരി വർദ്ധിക്കുന്നു. ആ കഥ ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അത് കുറ്റിക്കലച്ചൻ ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക്. കുറ്റിക്കലച്ചൻ വരും കാലങ്ങളിൽ തിരുസഭ വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള നമ്മളിനി വിശുദ്ധനെന്ന് ഓൾറെഡി ജീവിച്ചിരുന്ന കാലത്തെ വിശുദ്ധനായിരുന്നു. ഉറപ്പായിട്ട് തിരുസഭ അൾത്താര വണക്കത്തിന് വേണ്ടി ഉയർത്താൻ പോകുന്ന ഏറ്റവും കേരളത്തിൽ ജീവിച്ചു പോയ ഏറ്റവും വിശുദ്ധന്മാരായ വ്യക്തികൾ ഒരാളാണ് ആകാശപ്പുറവുകളുടെ സ്ഥാപകനായ കുറ്റിക്കലച്ചൻ. തെരുവിലെ മക്കളെ എടുത്തുകൊണ്ട് വന്ന് ഏറ്റവും മനോഹരമായിട്ട് അവരെ ഒരു നോർമൽ സിറ്റിസൺ, സ്വർഗത്തിന് മക്കളെന്ന് കരുതി വളർത്താൻ ആഗ്രഹിച്ച ആ ഒരു മിനിസ്ട്രിയുടെ തുടർച്ചയാണ് ഇരിക്കുന്നവരെല്ലാം. അപ്പൊ ഇനി അനുഭവത്തേക്ക് തിരിച്ചു പോകുള്ളൂ. അപ്പൊ അത് എനിക്ക് ഞാൻ കേട്ട കഥകൾ, വിശുദ്ധ കഥകൾ, കേട്ട കഥകളായിരുന്നു. പരിപാടി അറിഞ്ഞൂടാ, എന്താ നടന്നെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇവരിങ്ങനെ പറയുന്നുണ്ട് റിപ്പീറ്റ്. പക്ഷെ എനിക്ക് ബാംഗ്ലൂര് ആശ്രമത്തില് കാണാൻ സാധിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ചില സമയത്ത് ഇങ്ങനെ പൈസക്കൊക്കെ ടൈറ്റ് വരും. ഷാജിപ്പൻ ഇങ്ങനെ നമ്മുടെ മുന്നിൽ തന്നെ ഇരുന്ന് പറയും, ഓഹ് ആ കാര്യം നടക്കുന്നില്ലോ, എന്ത് ചെയ്യുന്നു. പക്ഷേ ഷാജിപ്പൻ ഇങ്ങനെ അവിടെ ഒരു അഡോറേഷൻ ചാപ്പലുണ്ട്, അവിടെ പോയി ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സംഭവം ശരിയായിന്ന്. ഒരു ആർക്കെങ്കിലും ഒരു 50,000 രൂപ കൊടുക്കാനുണ്ടാവും. പക്ഷെ അപ്പൻ അവിടെ കയറി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ പിന്നീട് അത് പല പ്രാവശ്യം പറയാം. അപ്പോൾ അത് ഞാൻ കണ്ട കാര്യമാണ്, അതെനിക്ക് വിശ്വസിക്കാം. അതെ അതെ, പ്രൊവിഡൻസ്. അപ്പൊ അത് അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് സ്പിരിച്വൽ ആവാൻ സാധിക്കും. കുറച്ചും കൂടെ ദൈവം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഉള്ളൊരു മറ്റൊരു അനുഭവം, ഞാൻ മലയാറ്റൂർ ആകാശപ്പുറമുള്ള ആശ്രമത്തിൽ കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്യാനിടയായി. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി കോട്ടയത്തിന് പോകേണ്ട ഒരു ആവശ്യം. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ വഴി തെറ്റി, ഞാനാ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വഴി തെറ്റിയപ്പോൾ ഞാനിങ്ങനെ ഫോൺ എടുത്തു, റൂട്ട് മാപ്പ് ഇട്ടു. സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണത്, സ്ഥിരമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന വഴിയാണത്. ഇങ്ങനെ റൂട്ട് മാപ്പ് ഇട്ടു, പക്ഷേ റൂട്ട് മാപ്പ് പിന്നെയും തെറ്റി. അപ്പോൾ എനിക്ക് അത് പിന്നെ റൂട്ട് മാപ്പ് ഇങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് കണക്ട് ചെയ്ത് അങ്ങനെ കാണിക്കില്ലേ. അപ്പോൾ അതിങ്ങനെ പിന്നെ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയി, പിന്നെ അത് തെറ്റിയെന്ന് മനസ്സിലായി, വണ്ടി തിരിച്ചു. പിന്നെയും കുറച്ച് ദൂരം പോയി, വണ്ടി തിരിച്ചു, പക്ഷേ മാപ്പ് ശരിയാവുന്നില്ല. അവസാനം ഈ വണ്ടി പോയി നിന്നത് ഒരു മാനസരോഗിയുടെ അടുത്താണ്. അതായത് ആ ഞാൻ കാണുന്നത് ഒരു കുപ്പയുടെ അടുത്ത് ഒരു മുടി ജടയൊക്കെ പിടിച്ച് അങ്ങനെ ഒട്ടും വൃത്തിയില്ലാത്തൊരു ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുക. അപ്പൊ ഞാനും ആശ്രമത്തിലെ വേറൊരു ഗർവാസിസ് എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. എനിക്കങ്ങനെ ഒന്നും മനസ്സിലായില്ല, കാരണം എനിക്കങ്ങനെ അതിൻ്റെ അത്രയും അങ്ങനെ പരിപാടി അറിയില്ല. അപ്പോൾ ഇവരിറങ്ങി ആ മകനെ കയറ്റി, ഒന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു. പക്ഷെ പിന്നീട് മനസ്സിലായത് ആ വണ്ടി ഒരിക്കലും അങ്ങനെ വഴി തെറ്റിയതല്ല, തെറ്റിച്ച് ആ മകന്റെ അടുത്തേക്ക് പിന്നീടാണ് അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു ലൈഫിൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതേസമയം അന്ന് സംഭവിച്ച വേറൊരു കാര്യം, ആ വണ്ടിയിലുണ്ടായിരുന്ന ഗർവാസിസ് എന്ന് പറയുന്ന ബ്രദറിന്റെ അപ്പച്ചൻ മരിച്ച ദിവസമായിരുന്നു. അപ്പച്ചൻ മരിച്ചു. അപ്പൊ കോട്ടയത്തിന് ഞങ്ങളൊരു പരിപാടിക്ക് പോയിട്ട് പരിപാടിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ബ്രദറിന്റെ അപ്പച്ചൻ മരിച്ചു എന്നറിഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മകനെ കിട്ടുന്നത്. പക്ഷെ പിന്നീട് ആ ബ്രദർ തന്നെ പറയാണ്, എൻ്റെ അപ്പ മരിച്ച ദിവസം തന്നെ എനിക്കൊരു മകനെ തെരുവിൽ നിന്ന് കിട്ടിയെന്ന് പറയാണ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇതിൽ തുടരാനുള്ള. നിങ്ങൾക്ക് ഈ 20കളിലൊക്കെ തന്നെ ഇത്രയും വലിയ അനുഭവങ്ങൾ സമ്പത്തുള്ളതും ദൈവാനുഗ്രഹത്തിന്റെ കഥ പറയാനുള്ളതൊക്കെ തന്നെ ഇത്രയും വലിയ കാര്യം, അത്രയും വലിയ ഭാഗ്യമാണ് ദൈവാനുഗ്രഹത്തിന്റെ. ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ പള്ളികളിൽ യുവജനങ്ങളിലൊക്കെ നമ്മുടെ കുറെ ആശ്രമങ്ങളിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ ചുമ്മാ വിസിറ്റ് ചെയ്താലെങ്കിൽ മതി, എത്രയോ ദൈവാനുഭവത്തിൽ ദൈവ പരിപാലനം മനസ്സിലാവും. നമുക്കൊക്കെ പേടിയാണല്ലോ പല കാര്യങ്ങളും, എങ്ങനെ നടക്കും, എങ്ങനെ സെറ്റാവും, എങ്ങനെ എക്സാം പാസ്സാണ്, എങ്ങനെ വിദേശത്ത് പോകാം, അല്ലെങ്കിൽ എങ്ങനെ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ എല്ലാം പേടിയാണല്ലോ. നമുക്ക് ദൈവ പരിപാലനം എന്ന കാര്യത്തിൽ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചുമ്മാ അതൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്നാൽ, കുറച്ച് നേരം ഇരുന്നാൽ, ഇതുപോലത്തെ ആശ്രമത്തൊക്കെ പോയി ചുമ്മാ വിസിറ്റ് ചെയ്താൽ പോലും കുറെ ദൈവാനുഭവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കിനി ആഷിഖിലേക്ക് പോകാം. ആഷിഖിന് ഇങ്ങനത്തെ ഒരു ആശ്രമം എക്സ്പീരിയൻസിന്റെ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ ഒന്ന് പറയാം. ഞാൻ ആശ്രമത്തിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് നാള് 2-3 ആഴ്ചക്ക് അടുത്ത് പോയായിരുന്നു. ബികോം കഴിഞ്ഞിട്ട് കുറച്ച് ഒഴിവ് സമയം കിട്ടിയപ്പോൾ അവധി കിട്ടിയപ്പോഴത്തേക്ക് പോയി. അപ്പോൾ അവിടുത്തെ ഇവിടെ തിരുമുഖ ആശ്രമത്തിലാണ് പോയത്, ബാംഗ്ലൂരുള്ളത്. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ വയസ്സായ അപ്പച്ചന്മാരും
അങ്ങനെ സംസാരിക്കാൻ കഴിയാത്തതും അല്ലെങ്കിൽ അവർക്ക് നമ്മൾക്ക് മനസ്സിലാവത്തില്ല, കുറച്ച് പേരൊക്കെ പറയുന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ നമ്മൾ അവരുടെ ഒപ്പം പോയിരുന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു അപ്പച്ചൻ്റെ അടുത്ത് ഞാനൊരു ഒരാളുടെ പേര് പറയാം, ജോസ് പപ്പച്ചൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പുള്ളിക്കാരൻ്റെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, ഇംഗ്ലീഷിൻ്റെ അക്ഷരങ്ങളൊക്കെ അറിയാം. പുള്ളി അത് ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ടീഷർട്ടിൽ ഇട്ടേക്കണ ഓരോ വേർഡ് വായിച്ചു തന്ന് പുള്ളിക്കാരൻ എന്നെ ആഴ്ചയിൽ 7 ദിവസം കണ്ടാലും 7 ദിവസവും ഈ കാര്യം തന്നെ പിന്നെയും പറഞ്ഞിട്ടിരിക്കും. ഓരോ സമയം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഒരു ചിരിയും കാണാം. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു സന്തോഷവും ഒരു സമാധാനം, നമ്മളാൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കംപ്ലിഷ്മെന്റ് ഫീലിംഗ്. അതെ. അപ്പൊ അതൊക്കെ നമുക്കപ്പൊ അങ്ങനെ എല്ലാവരും, അതായത് ഇപ്പൊ സംസാരിക്കാൻ കഴിയാത്തവരാണെങ്കിലും അന്യഭാഷക്കാരും ഉണ്ട്, അവരെന്തൊക്കെയോ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, പക്ഷെ അവര് നമ്മൾ കേട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു സന്തോഷം അവർക്കത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാനിത് ആഷിക്ക് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബെനഡിക്ട് പാപ്പയുടെ ഒരു വാചകം ഞാൻ ഓർത്തു പോവാണ്. ബെനഡിക്ട് പാപ്പ ഒരു പഴയ യുവജന സമ്മേളനത്തിൽ പറഞ്ഞതാണ്, യുവജനങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ സന്തോഷിപ്പിക്കില്ല, ആനന്ദിപ്പിക്കില്ല എന്ന് ആരാണ് പറഞ്ഞു പറ്റിച്ചത്? നമ്മൾ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പുറകേക്ക് പോകുമ്പോൾ ഇവിടെ ഒരാൾ വലിയ സാറ്റിസ്ഫാക്ഷൻ്റെ സ്റ്റോറി പറയുകയാണ്. എനിക്ക് അപ്പച്ചൻ 10 പ്രാവശ്യം വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വെല്ലിച്ചമാരുടെ പ്രോഗ്രാം നടത്തിയായിരുന്നു. ഈ എല്ലാവരും 80 കഴിഞ്ഞ് വെല്ലിച്ചമാരൊക്കെ ആയിരുന്നേ. അപ്പോൾ ഒരു 1.5 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഒരു വെല്ലിച്ചൻ വന്നപ്പോൾ മുതൽ അദ്ദേഹം പണ്ട് കേരള യൂണിവേഴ്സിറ്റി റാങ്ക് മേടിച്ചതാണ്. അദ്ദേഹം വലിയൊരു കോളേജിലൊക്കെ ഇരുന്ന് റിട്ടയർ ആയതാണ്, പ്രിൻസിപ്പളൊക്കെ ആയിട്ട്. അദ്ദേഹം വന്ന് ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ മുതൽ എന്നോട് ചോദിച്ചു, ചെമ്മാച്ചനാണല്ലേ? ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇവിടുത്തെ കൊച്ചച്ഛനാണ്, 10 വർഷമായ അച്ഛനായിട്ട്. ഞാൻ കൊച്ചച്ഛനാണ്. അപ്പോൾ പുള്ളി എന്ത് പറയാണ്, ഞാൻ പണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ്. എന്നിട്ട് അദ്ദേഹം ആ സ്റ്റോറി 1.5 ദിവസം കൊണ്ട് 6 പ്രാവശ്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഷോർട്ട് ടൈം ഈ ഏറ്റവും അടുത്ത കാര്യങ്ങൾ പോലും മറന്നു പോയിട്ടുണ്ട്, പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ്. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുള്ളിയുടെ സന്തോഷം, പുള്ളിയുടെ പ്രകടനവും അത് നമ്മളൊരാൾ കേൾക്കാനുണ്ടെങ്കിൽ അത് വ്യത്യാസമാണ്. നമുക്ക് ആരും കേൾക്കാൻ, ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും യങ്സ്റ്റേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളൊന്ന് വെല്ലുപ്പൊക്കെ ഒന്ന് ചെവി കൊടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. കേൾക്കാൻ നമ്മുടെ വിഷമം അതാണല്ലോ. യങ്സ്റ്റേഴ്സ് എപ്പോഴും പറയുന്ന വിഷമം നമ്മളെ കേൾക്കാൻ ആരുള്ള ആഷിക്ക് പറഞ്ഞ കാര്യം, ഈ മക്കള് ഇങ്ങനെ റിപ്പീറ്റ് പറയുന്ന പറഞ്ഞില്ല, അപ്പൊ അത് നമ്മൾ പോലും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചില സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടാവുകയാണ്. അപ്പൊ നമുക്ക് ഒരാളോട് പറയുമ്പോൾ സൊല്യൂഷൻ വേണമെന്നില്ല, നമ്മൾ ഒരിക്കലും അയാളുടെ ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നില്ല. കേട്ടാ മതി, ജസ്റ്റ് കേൾക്കുക, വിടുക. അപ്പോ അത് പലപ്പോഴും നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് അയാളെ കേൾക്കാൻ തോന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ കേൾക്കാൻ അങ്ങനെ ഒരാളില്ലാതെ വരുമ്പോ നമ്മൾ അതിന് റിയലൈസ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ കേൾക്കുക. കാരണം ഇങ്ങോട്ട് കിട്ടാത്തത് അങ്ങോട്ട് കൊടുക്കുക. കേൾക്കാനാളില്ലാത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോൾ യൂത്തിനെ പറ്റി കൂട്ടുകാരെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ അവധിക്കാലമൊക്കെ മിക്കവാറും സ്പെൻഡ് ചെയ്യുന്നത് ആകാശപ്പുറമുള്ള ആശ്രമങ്ങളിലൊക്കെ തന്നെയാണല്ലോ. പക്ഷെ നിങ്ങളെല്ലാം പ്രൊഫഷണലി കോളേജിലൊക്കെ പഠിക്കുന്നവർ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുള്ള ആറ്റിറ്റ്യൂഡ് എന്താ? ഞാൻ ചെന്നൈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഒരു 7-8 പേരുള്ളതായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു ദിവസം ഞങ്ങൾ ആകാശപ്പുറവിലാണ് നിന്നേ. ആകാശപ്പുറവിലാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് രാത്രി അവിടെ ഉച്ചയ്ക്ക് വൈകിട്ട് അവിടെ വന്നിട്ട് രാത്രി ഫുഡ് കഴിച്ച് പിന്നെ നന്ദി ഹിൽസ് പോയി തിരിച്ച് വന്ന് ഞങ്ങൾ തിരുമുഖ ആശ്രമം കണ്ട് എല്ലാം ഫുൾ കണ്ട് ഷിജാമ്മ ഞങ്ങളുടെ ഒപ്പം വന്നു. ഫുള്ള് കണ്ട് ഞങ്ങളുടെ അടുത്ത് ഓരോ ആൾക്കാരുടെ കഥകൾ, ചെറിയ ചെറിയ കഥകളും ഒരു ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞ് എല്ലാവരും എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇങ്ങനെ കണ്ട് നിന്ന് തിരിച്ച് ഞങ്ങൾ വന്നത് ജോളിയായിട്ട് അടിച്ചു പൊളിച്ച്, അത് തിരുമുഖ ആശ്രമത്തിലേക്ക് വന്നത് അടിച്ചു പൊളിച്ച് വന്ന് ഞങ്ങൾ തിരുമുഖത്തിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ തിരുമുഖം തൊട്ട് മെട്രോ സ്റ്റേഷൻ വരെ ഞങ്ങൾ ഒരു നിശബ്ദതയായിരുന്നു. ഒരു റീകളക്ഷൻ പോലെ എല്ലാവരും ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് നോക്കി അങ്ങനെ ചിന്തിച്ചിരിക്കില്ല, അതുപോലെ എല്ലാവരും ഇങ്ങനെ ഒരു എന്താ ഒരു ന്യൂട്രൽ ഫേസിൽ എല്ലാവരും ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർക്കും ആ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ വന്നു. പിന്നീട് അവര് ബാംഗ്ലൂരാണ്, കുറച്ചുപേര് വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചുപേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരാണേലും ഇപ്പോൾ അത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ അവരും ഇതിലൂടെ അവർക്കും നല്ലൊരു അഭിപ്രായമാണ്. നമ്മൾ എത്ര പ്രിവിലേജ്ഡ് ആണെന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഇങ്ങനെയൊക്കെ വരും ഇതുപോലെ ആശ്രമങ്ങൾ വരും. നമ്മൾ അത്ര അടിപൊളിയായിട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാ ഫെസിലിറ്റികൾ എല്ലാം ഉണ്ടായിട്ട് നമ്മളിങ്ങനെ ഒന്നുമില്ല, ആരുമില്ല എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇതുപോലത്തെ സ്ഥലത്തേക്ക് ഒന്ന് വന്നു പോകുന്നത് തന്നെ അവർക്ക് കനത്ത റിഫ്ലക്ഷൻ സാധ്യതയാകും ജീവിതത്തെ പറ്റി. കറക്റ്റ്. ആമോസിന് പറയണോ? ആമോസിന് ഇതുപോലത്തെ ഫ്രണ്ട്സും അത് ബന്ധപ്പെട്ട്
എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെ ഫ്രണ്ട്സ് കൂടുതലായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല ഓക്കെ ആശ്രമത്തിലേക്ക്. പക്ഷെ എനിക്ക് ആശ്രമത്തിൽ നിന്ന് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗ്രേറ്റ്. കാരണം ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇനി അത് ദൈവാനുഭവം ഇഷ്ടം നിർബന്ധമില്ല. ഒരു നിർബന്ധമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടിയിരിക്കുന്ന ആശ്രമത്തിൽ നിന്നാണ്. ആഷിഖിനെ പോലും എനിക്ക് കിട്ടുന്നത് ആശ്രമത്തിൽ നിന്നാണ്. ആശ്രമത്തിൽ നിന്നുള്ള പരിചയമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പല ബ്രദേഴ്സ്, ഓരോ തവണയും ആശ്രമത്തിലേക്ക് വരുന്ന പല സെമിനാറുകളിൽ നിന്ന് വരുന്ന ബ്രദേഴ്സ്, ആശ്രമത്തിലല്ലാതെ ഒത്തിരി യൂത്ത് ഉണ്ട്, ഒത്തിരി യൂത്ത് ഉണ്ട്. അപ്പൊ ഇതേ ഒരു വൈബ് തന്നെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ തന്നെയാണ്. അപ്പൊ അവിടെ ബാംഗ്ലൂർ തന്നെ ഓരോ ആവശ്യത്തിന് പുറത്തു പോകണമെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വൈബ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് ഏറ്റവും കംഫർട്ടാണ് ഷാജുപ്പന്റെ ഷിജമ്മയുടെയും കൂടെ നിൽക്കുന്നത്. അവരതേ വൈബ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ചില ദിവസം എന്തെങ്കിലുമൊക്കെ പരിപാടി കഴിയുമ്പോൾ ഞങ്ങള് വൈകിട്ട് കളിക്കാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പനാണ് ടർഫിന്റെ പൈസ ഒക്കെ തന്ന് കളിക്കാൻ പോക്കോളാനൊക്കെ പറയുന്നത്. അങ്ങനെ വണ്ടർഫുൾ. അപ്പോൾ മിഖായിൽ ജനിച്ചു വളർന്നതും എല്ലാം ആശ്രമത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ മിഖായിലിന്റെ നഴ്സറി മുതൽ പഠിക്കാൻ പോകുമ്പോൾ സ്കൂളുകളിലെല്ലാം ആൾക്കാർക്കും അറിയാമല്ലോ മിഖായിൽ ആശ്രമത്തിലെ പയ്യനാന്നുള്ളത്. അപ്പോൾ അവരെയൊക്കെ കൂട്ടുകാരോടൊക്കെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? കൂട്ടുകാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ എന്റെ കൂട്ടുകാരും വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം എങ്ങനെയും കറങ്ങാൻ പോരാ പതിവ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അവര് വന്നപ്പോ അവര് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് എങ്ങോട്ടും പോകണ്ട, ആശ്രമത്തിൽ തന്നെ ഒരു സ്പെൻഡ് ഒക്കെ ചെയ്ത് എല്ലാവരെയൊക്കെ തുടയ്ക്കാനോ അടിച്ചു വരാനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ സഹായിച്ചിട്ട് വൈകുന്നേരം എല്ലാവർക്കും തിരിച്ചു വന്നൊക്കെ ഇതില് അവരും പറഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ സമയം പൂർത്തിയാവുന്ന അവസാനത്തെ ചോദ്യം, നിങ്ങളെ അതായത് ഇപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുന്നു, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു തൃപ്തി എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഒരു അനുഭവം ഞാൻ പറയാം, സർവീസ് ആയിട്ടല്ല, പക്ഷെ ഒരു അനുഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു അനുഭവം ഞാൻ പറയാം. അപ്പോൾ അവിടെ ഒരു അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നായിരുന്നു. അപ്പച്ചൻ്റെ മക്കളും പേരമക്കളും എല്ലാവരും കൂടെ ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഓഫീസിൽ അന്ന് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആരുമല്ല അവിടുത്തെ, എന്നാലും ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവരെ വിളിച്ചു വരുത്തി അകത്തേക്ക് കയറ്റി അവരോട് കുറച്ച് എനിക്കറിയാവുന്ന പരിമിതമായ കാര്യങ്ങൾ ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കി അവരെത്തിയപ്പോഴേക്കും അപ്പോഴേക്കും സാഹചര്യം അവിടുത്തെ ഓഫീസിലെ ചേട്ടൻ വന്ന് അവരെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഞാൻ മക്കളോട് സംസാരിക്കുമായിരുന്നു. മക്കൾ എന്നോട് ചോദിച്ച് വന്ന് ഞാൻ ഇവിടെ സർവീസ് യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് 12ാം ക്ലാസ്, അപ്പൊ അവരോട് സംസാരിച്ച് വന്ന് അവര് എൻ്റെ മനസ്സിലാക്കി ഞാനിവിടെ സർവീസ് ആയിട്ട് വന്നത്, ജോലിയായിട്ടല്ല സർവീസിനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പോയി. പിന്നെ പരിപാടി കഴിഞ്ഞ് ഫുഡ് കഴിച്ച് അവിടെ തന്നെ ഫുഡ് കഴിച്ച് അവർ പോയി. പിന്നെ അവരുടെ അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ ഇവിടെ സർവീസിന് വന്നാലേ മക്കളെ എന്നോട് പറഞ്ഞു, മോൻ ഇത് ചെയ്ത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർക്കും ഇങ്ങനെ ഒരു ദിവസം വരണം, ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം, കുറച്ച് ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അമ്മയും ഭയങ്കരമായിട്ട് സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പൊ ഞാനായിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ്. ശരിക്കും ഇങ്ങനെയാണല്ലോ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. ഒരാളെ കണ്ടിട്ട് ആദിമസഭയിൽ 12 പേരിലെ ഉള്ളായിരുന്നു, അവരെ കണ്ട് കൊതി കൊണ്ട് താല്പര്യം കണ്ട് അവർ ചെയ്യുന്നത് കണ്ടാണ് പതുക്കെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. വണ്ടർഫുൾ വണ്ടർഫുൾ. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന എൻ്റെ ഈ ജീവിതം, എനിക്ക് കിട്ടിയേക്കുന്ന സമ്പൂർണ്ണമായ ഹെൽത്തി, ഫിസിക്കലി മെന്റലി ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം ഞാൻ പങ്കുവെക്കുക. അതായത് അത് ഇല്ലാത്തവർക്ക്, ഒരു കൈയില്ലാത്തൊരു അപ്പച്ചനോ കൈയില്ലാത്തൊരു മകനോ അത് പങ്കുവെക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് എന്നെ ആശ്രമം പഠിപ്പിച്ചു. തിരുമുഖാശ്രമം ആകാശപ്പറവുകൾ പഠിപ്പിച്ചു. ബിഗ്ഗസ്റ്റ് ലെസൺ നമുക്ക് കിട്ടിയിരിക്കുന്ന, നമുക്ക് ഫുള്ളി പ്രിവിലേജ്ഡ് ആയിട്ടുള്ളത് ഇല്ലാത്തതിന് വേണ്ടി കൊടുക്കുക എന്നുള്ള പഴയ നമ്മുടെ ഈശോയുടെ സ്റ്റോറി. ഒരു യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശോയുടെ കൈയില്ലാത്തൊരു ഈശോയുടെ സ്റ്റോറി കേട്ടിട്ടില്ലേ? അപ്പോൾ 2ാം ലോക മഹായുദ്ധം മറ്റോ തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ എഴുതി വെച്ചു, എനിക്ക് കൈകളില്ല, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് ഈ ലോകത്തെ ശുശ്രൂഷിക്കുക, എനിക്ക് കാലുകളില്ല. എത്ര മനോഹരമായ വണ്ടർഫുൾ വണ്ടർഫുൾ ആഷിഖ്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ആമോസോട് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് ഇപ്പോൾ ബർത്ത്ഡേയുടെ കേസ് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ലൈഫിലുണ്ടായിരുന്നു, അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സ്, 24ാമത്തെ വയസ്സ്, അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാൻ ബാംഗ്ലൂർ ആശ്രമത്തിൽ നിൽക്കുമ്പോൾ ഷാജുപ്പൻ്റെ ഷാജുപ്പൻ അന്ന് മുങ്ങും, സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ ഷിജമ്മ പറയും, ചേട്ടൻ പോയിണ്ടാവും, ഇനി കാണില്ല, ബർത്ത്ഡേ സെലിബ്രേഷൻ ആദ്യം ഞാൻ അതിന് മുന്നേ കുറച്ച് വർഷങ്ങൾ സമയത്ത് ഇങ്ങനെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഷാജുപ്പന് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ പക്ഷേ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കും ഇതിനോടൊരു താല്പര്യക്കുറവുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നതിനോടൊരു താല്പര്യക്കുറവുണ്ട്. പക്ഷേ ഞാൻ 24ാമത്തെ വയസ്സിൽ ഞാൻ
എൻ്റെ ബർത്ത്ഡേ തലേദിവസം ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും. അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ മനസ്സിൽ തോന്നി ബാംഗ്ലൂർ ഇങ്ങനെ ഏതെങ്കിലും ഒരു അവിടെ എന്താ പറയുക ഹള്ളി വില്ലേജുകളിൽ പോയിട്ട് ഹള്ളി അങ്ങനെ ഏതെങ്കിലും ഒരു വില്ലേജിൽ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും കുട്ടികളുടെ കൂടെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. അങ്ങനെ ഒരു വെറൈറ്റി ഒരു തോട്ട്. അപ്പൊ ഞാനിങ്ങനെ അവിടെ യശ്വന്തൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുറകിൽ പോയി. അവിടെ പോയി അപ്പൊ അവിടെ ഇങ്ങനെ എന്തോ ഒരു അവരുടെ തമിഴ്നാട് അവരെന്തോ ഒരു ഫംഗ്ഷൻ കാരണം അവിടെ ആരുമില്ല. അതിനുശേഷം ഞാനിങ്ങനെ ഒരു ഉച്ച വരെ ഇങ്ങനെ കറങ്ങി നടന്നു. പക്ഷെ എനിക്ക് അതിന് ഒരു സ്ഥലം കിട്ടിയില്ല. പക്ഷെ അവസാനം ഞാനിങ്ങനെ KG ഹള്ളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തി. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുട്ടികളുടെ ഇടയ്ക്കോട് കയറി ചെന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന. അപ്പൊ ഞാൻ കേക്കൊക്കെ കൊണ്ടാ വന്നേ. അപ്പൊ ഞാൻ പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ കയറി ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതും ഒരു കൊച്ചു ഓടി വന്നിട്ട് പറഞ്ഞു ഇന്ന് ഇവിടെയുള്ള ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് വണ്ടനടിച്ചു പോയി. കാരണം എൻ്റെ അതേ ദിവസം അന്ന് 24ാമത്തെ ജന്മദിനം ആ കുട്ടിയുടെ ഇവിടെ ആയിരുന്നു, 25ാമത്തെയും ആ കുട്ടിയുടെ ഇവിടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു അതൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു നല്ല ചിന്ത മനസ്സിൽ വരണമല്ലോ. അൾട്ടിമേറ്റ് ആയിട്ട് അത് വന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാനെങ്കിലും പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. അത് കിട്ടിയത് ഈ ആശ്രമത്തിൽ നിന്നാണ്. ആകാശപ്രവള അതിനെ ഒത്തിരി എന്നെ സഹായിച്ചു. ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളെ ഈ ചെറിയ സംസാരം പൂർത്തിയാവുകയാണ്. ഈ 3 ചെറുപ്പക്കാരെന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ദൈവാനുഭവത്തിന്റെ കഥകളും അവരുടെ കൗമാര യൗവനവും ഒക്കെ എങ്ങനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ പറ്റി, ശുശ്രൂഷ ജീവിതാക്കാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ചെറുപ്രായത്തിലെ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ, ഇത്രയും ഇൻസ്പയർ ചെയ്യാൻ പറ്റിയെങ്കിൽ എത്ര തലമുറകൾക്കുള്ള വലിയ സന്ദേശമാണ്. അപ്പോൾ യുവജനങ്ങൾക്കുള്ള വലിയൊരു മെസ്സേജും കൂടിയാണത്. ശരിക്കും നമ്മുടെ ഈ പള്ളികളിൽ നിന്നൊക്കെ ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആശ്രമങ്ങൾ ആകാശപ്പുറകളിലോ അനാഥാലയത്തിലോ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകാറുണ്ട്. നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുവരും, കുറച്ച് പൈസ കളക്ട് ചെയ്ത് കൊണ്ടുകൊടുക്കും. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഇനി തുടർന്നുകൊണ്ടേയിരിക്കണം. അതൊക്കെ പലർക്ക് ഇൻസ്പിറേഷനാണ്. സ്റ്റാർട്ടിങ് പോലെയാണ്. എനിക്ക് തോന്നുന്നു അതിന് സമയം കഴിഞ്ഞു. ഞാൻ അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് പോകാൻ നമുക്ക് സമയമായി. ശരിക്കും എനിക്ക് തോന്നുന്നു ഇനി യുവജനങ്ങൾ ഇതുപോലെ ഡെയർ സ്റ്റെപ്പ് എടുത്തിട്ട് ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകണം, ഒരു അവധിക്കാലം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകണം, പുറത്തേക്ക് ഇറങ്ങണം. ശരിക്കും ശുശ്രൂഷയില്ലാത്ത ക്രൈസ്തവ ജീവിതം വിശ്വാസ ജീവിതം അല്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണെന്ന് കൃത്യമായിട്ട് യാക്കോബ് ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ്. അതുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് കൃത്യമായിട്ട് ഡെയറിങ് സ്റ്റെപ്സ് എടുത്തിട്ട് ഉറപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചു. അങ്ങനെയാണ് ഇനി സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. ഈ 3 യുവാക്കൾ നമുക്ക് മുമ്പ് കൂടെ ഇരുന്ന് പഴയ നിയമത്തിലെ 3 യുവാക്കളെ പോലെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ ഒത്തിരി യുവാക്കൾക്ക് ഇതിന് ഇൻസ്പിറേഷൻ ആവട്ടെ. ഒത്തിരി ആശ്രമങ്ങളിലേക്കും തെരുവുകളിലേക്കും ഫ്രോണ്ടിയർ മിനിസ്ട്രികളിലേക്കും ഒക്കെ ഫ്രാൻസിസ് പാപ്പ തുടർച്ചയായിട്ട് പറയുന്ന വാക്കാണ് പീപ്പിൾ ഓഫ് പെരിഫറീസ്. വിളിമ്പിൽ നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ ഒത്തിരി യുവജനങ്ങൾ വരട്ടെ. അങ്ങനെ സുവിശേഷം എല്ലാവരിലും എത്തട്ടെ, പ്രത്യേകിച്ച് ജീവിതത്തിലൂടെ, അത്യാവശ്യമാണെങ്കിൽ മാത്രം വാക്കിലൂടെ. നമുക്കൊരു കൃപയ്ക്ക് വേണ്ടി ഒത്തിരി യുവജനങ്ങൾ ഇൻസ്പയർ ആവാൻ വേണ്ടി നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരോട് നന്ദി പറയുന്നു. ഇവരെ പ്രചോദിപ്പിച്ചവരോട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രചോദനത്തെ ഞങ്ങൾ നന്ദി പറയുന്നു. ക്രൈസ്തവ വിശ്വാസം ജീവിക്കാനുള്ളതാണെന്നും ആ വിശ്വാസ പ്രകടനത്തിലൂടെ തന്നെയാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതെന്നും വലിയ ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ നിന്റെ വചനം നീ ആഗ്രഹിച്ചതുപോലെ ലോകത്തിന് അങ്ങേ അറ്റം വരെ എത്തട്ടെ. നീ തെരുവിൽ സുവിശേഷം പ്രഘോഷിച്ചതുപോലെ, പാവപ്പെട്ടവർക്ക് നടന്നതുപോലെ, എല്ലാവരും കൂട്ടുകൂടിയതുപോലെ സഭ അല്പം കൂടി ലളിതവൽക്കരിക്കപ്പെടുവാൻ, താഴേക്ക് വരുവാൻ, വിളിമ്പിൽ നിൽക്കുന്നവർക്കൊപ്പം നടക്കുവാൻ വലിയ കൃപ ഈ കാലഘട്ടത്തിൽ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്